ഭീഷണിപ്പെടുത്തണു. വയലൻസിൻ്റെ വഴി അപ്പോൾ വയലൻസിൻ്റെ വഴി പോണ ആളാണ്. അപ്പോൾ എല്ലാത്തിനും തെളിവ് പുള്ളി തന്നെ തരുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ ഞാൻ റേപ്പ് ചെയ്യോ? എലിസബത്ത് ബാല ഇഷ്യൂവിൽ ഇന്നലെ ബാലയുടെ കുറച്ച് പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ചാനൽസിനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പുള്ളി കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വയലൻസിന്റെ പാതയിലോട്ടൊന്നും പോവാതിരിക്കുവാണ്, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കളയുന്നതാണ്. നിങ്ങളെ ഭാര്യ ആരെങ്കിലും എടി ബോഡി എന്നൊക്കെ വിളിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ വളരെ സമാധാനമായി സന്തോഷപരമായി ഞാൻ എൻ്റെ ലൈഫ് പൊക്കോണ്ടിരിക്കുവാണ്, ഞാൻ ഒരു പ്രശ്നത്തിനും വരുന്നില്ല എന്നൊക്കെയാണ് ബാല പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ചോണം. ഒരു കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ നിന്നിട്ടാണ് അളിയൻ ഇത്രയും ഡയലോഗ് അടിക്കുന്നത്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്ത് നിയമ സപ്പോർട്ടാണ് ഇയാൾക്ക് വേണ്ടത്? ഇയാൾ നിയമത്തെ തന്നെ വെല്ലുവിളിച്ചുള്ള ഒരു പരിപാടിയല്ലേ ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും എലിസബത്ത് ഇന്നലെ പാതിരാത്രിക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു വിഷയത്തിനൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അത് മാത്രമല്ല എലിസബത്ത് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഏത് പോലീസ് ഓഫീസേഴ്സിന് വേണമെങ്കിലും എലിസബത്തിനെ ഏത് നിമിഷം വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. എലിസബത്ത് അവിടെ ഇവർ പറയുന്ന സ്ഥലത്ത് തന്നെ വന്ന് ഹാജരായിക്കോളാം എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എലിസബത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഭീഷണിപ്പെടുത്തണു. വയലൻസിൻ്റെ വഴി അപ്പോൾ വയലൻസിൻ്റെ വഴി പോണ ആളാണ്. അപ്പോൾ എല്ലാത്തിനും തെളിവ് പുള്ളി തന്നെ തരുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ ഞാൻ റേപ്പ് ചെയ്യോ? എനിക്ക് റേപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ റേപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഈ വേറെ ആളുടെ മുമ്പിൽ വെച്ച് ചെയ്ത സംഭവം എന്താണ്? വേറെ ആളിനെ രാത്രി ബെഡ്റൂമിലേക്ക് കയറ്റുന്നത് എന്താണ്? ഇത്ര കാലം കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അത് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് എന്താണ്? ഇതൊന്നും ചോദിക്കാൻ ഒരു മീഡിയക്കാർക്ക് അറിയില്ല. ഒരു കാര്യമാണ്. ശരിക്കും അത്രയും മീഡിയക്കാർ അവിടെ നിന്നിട്ട് പോലും ഇതിനെ പറ്റിയിട്ടൊന്നും കമാന്ന് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. ഇന്നലെ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് പുറവിനാണ് ഈ എലിസബത്ത് ഈ ഒരു സാധനങ്ങളെല്ലാം പുറത്തു വിടുന്നത്. അതായത് അന്യപുരുഷനുമായിട്ട് റൂമിൽ കയറി വരിക പാതിരാത്രിയിൽ, അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഒരു സ്ത്രീയുടെ ബെഡ്റൂമിൽ വേറൊരു പുരുഷനെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയണത് ഏതെങ്കിലും ഒരു സ്ത്രീകൾ അത് അംഗീകരിക്കൂ? അപ്പോൾ അത്രയും തോന്നിവാസം കാണിച്ചു വെച്ചൊരു മഹാനാണ് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് എനിക്ക് നീതി വേണം, എനിക്കും എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കണം, ഞങ്ങൾ സന്തോഷപൂർവ്വമായിട്ട് ജീവിക്കുകയാണ് എന്ന് പറയണത്. അപ്പോൾ ഇയാൾക്ക് എന്ത് യോഗ്യതയാണ് ഈ ഒരു വിഷയത്തിലുള്ളത്? ഇന്നലെ ഈ വോയിസ് ഒക്കെ പുറത്തു വന്നതിന് ശേഷം പുള്ളി ഒന്നും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല. കാര്യം പ്രതികരിക്കാൻ വേറെ ഒന്നുമില്ല, മനസ്സിലായില്ലേ? ഇന്നലെ ഈ പറയുന്ന അഡ്വക്കേറ്റ് ഉൾപ്പെടെ എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന എലിസബത്തിന്റെ കയ്യിൽ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതിന്റെ പേരിലാണ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് വന്നത്, മനസ്സിലായില്ലേ? അപ്പം അതായത് ശരിക്കും എനിക്ക് തോന്നിയ കാര്യം അങ്ങനല്ല. അതായത് എലിസബത്ത് കംപ്ലൈന്റ് കൊടുത്താൽ ബാല 100% അറസ്റ്റിലാവും. അപ്പം എലിസബത്ത് കംപ്ലൈന്റ് കൊടുക്കുന്നതിനെക്കാട്ടി മുന്നേ ബാല പോയിട്ടൊരു കംപ്ലൈന്റ് കൊടുത്ത് മെയിൻ സ്ട്രീം ചാനൽസിനെയൊക്കെ വിളിച്ചിട്ട് ഒരു പരിപാടി കാണിച്ചതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഇനി എലിസബത്ത് കേസ് കൊടുത്ത് അതൊരു കൗണ്ടറായിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബാല സേഫായി, മനസ്സിലായില്ലേ? അതുകൊണ്ട് ബാല മുൻകൂട്ടി കളിച്ചൊരു കളിയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. ആക്ച്വലി ഇത് പബ്ലിക്കായിട്ട് പല മീഡിയകളിലും വന്നതായിരുന്നു ഞങ്ങളുടെ കല്യാണ ഫംഗ്ഷൻ. അത് കല്യാണം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പിന്നത്തെ നടന്ന കല്യാണം എല്ലാ വലിയ മീഡിയ ചാനൽസിൽ ഫ്ലാഷ് ന്യൂസായിട്ടാണ് എല്ലാ വലിയ മീഡിയസിലും വന്നത്. ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഫ്ലാഷ് ന്യൂസിലാണ് ഈ കല്യാണം വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആർക്കും തോന്നിയില്ല എന്ത് പറ്റി എലിസബത്തായിട്ട് ഡിവോഴ്സ് നടന്നു. അപ്പം എങ്ങനെയാണ് ഒരു പെണ്ണിനെ ഇത്ര കാലം ഇങ്ങനെ കൂടെ കൊണ്ടിട്ട് ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയിട്ട് പിന്നെ ഇങ്ങനെ കറിവേപ്പില പോലെ കളഞ്ഞത്? പിന്നെ ഇയാൾ തന്നെ പറയുന്നുണ്ട് മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന്. ഓക്കെ, കേട്ടല്ലോ. അതായത് ഇവരുടെ കല്യാണം എല്ലാ മെയിൻ സ്ട്രീം ചാനൽസിനകത്തും എല്ലാത്തിലും വന്നതാണ്, പ്രത്യേകിച്ച് ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വന്നതാണ് എന്നാണ് എലിസബത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ എലിസബത്ത് ഇന്ന് രാവിലെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ റിംഗ് എക്സ്ചേഞ്ചിന്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലൂര് താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് എൻ്റെ വിരലുകൾ, എൻ്റെ കൈ, അതുപോലെ തന്നെ ആ ആക്ടറിൻ്റെ വിരലുകൾ ആക്ടറിൻ്റെ കൈയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എലിസബത്ത്, അതുപോലെ തന്നെ പുള്ളിയുടെ പേര് എൻ്റെ റിങ്ങിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ഇന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റിംഗ് എക്സ്ചേഞ്ച്. ഇത് കലൂര് വീട്ടിൽ പുള്ളിയുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ നടത്തിയ റിംഗ് എക്സ്ചേഞ്ച് ആണ്. അതിൻ്റെ വീഡിയോ ആണ് ഇത്. അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ
ഇന്നെ പറ്റിക്കാനാണോ അതോ ശരിക്കും നടത്തിയതാണോ ഇപ്പൊ എനിക്കറിയില്ല എന്താ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം? കല്യാണം നടത്തിയിട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ ഭാര്യനെ അറിയില്ല, എന്റെ ഭർത്താവ് ആര്, ആക്ടറാണോ ഡോക്ടറാണോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചിട്ട് വൈഫ്, അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാലയിടുക, കുങ്കുമം തൊടുക, ഈ പരിപാടി. ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവരുടെ റിംഗ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇത്രയൊക്കെ തെളിവും കാര്യങ്ങളും ഒക്കെ ഈ പുള്ളിക്കാരുടെ കയ്യിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പം എന്തുകൊണ്ട് ഇതിനി കേസ് കൊടുക്കാതെ ഇനി ഇരിക്കുന്നു? ഇനി എനിക്ക് എലിസബത്തിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളും എവിഡൻസും എല്ലാം താങ്കളുടെ കയ്യിലുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കേസ് കൊടുക്കാതിരിക്കുന്നു? കേസ് കൊടുക്കുക തന്നെ വേണം. കേസ് കൊടുക്കാതെ ഇനി ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മേ ബി ഇത് കംപ്ലീറ്റും തിരിഞ്ഞു മാറാനായിട്ടൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കാര്യം എലിസബത്തിനും കൂടി ഇനിയിപ്പം നെഗറ്റീവ് വരും. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീടിയിട്ടുകൊണ്ടിരിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ അത് വേറെ രീതിയിലോട്ട് പോകും. അതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കുക. നമ്മൾ കേസ് കൊടുക്കാനായിട്ട് മടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു പബ്ലിക് ഇഷ്യൂ അല്ല, പോലീസുകാർ സ്വമേധയാ കേസ് എടുക്കാനായിട്ട്. കാര്യം പോലീസുകാരായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വന്ന് നീതി മേടിച്ച് തരാനായിട്ട് ഒരു കാരണവശാലും ഒരിക്കത്തില്ല. കാര്യം നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളാണ് കേസ് കൊടുക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ കേസ് കൊടുക്കാതിരുന്നിട്ട് ഇതിനകത്ത് യാതൊരു പ്രയോജനവും ഇല്ല. ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും, ഇപ്പം എനിക്ക് ഉൾപ്പെടെ ഇപ്പം എല്ലാവർക്കും ഇതൊരു കോണ്ടന്റ് എന്നുള്ളൊരു രീതിയിലാണ് ഈ സാധനം. അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ അത് മാത്രമല്ല, ജനങ്ങളായി കഴിഞ്ഞാലും ഈ ഒരു വിഷയം തീരുമ്പോൾ അടുത്തൊരു വിഷയം അതിൻ്റെ പുറകിലോട്ട് പോകും. ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് പോയി കേസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. എന്തായാലും വാക്കിടെ കാണാം. പിന്നെ അടുത്ത പറയാനുള്ളത്, ഞാൻ ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ MD പഠിക്കുകയാണ്. ഇയാൾ കാരണം എൻ്റെ MD പ്രിപ്പറേഷൻ തടഞ്ഞ് എൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കാണ്ട്, എൻ്റെ എക്സാം എഴുതാൻ സമ്മതിക്കാണ്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറേ വൈകിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കേസ് കൊടുത്തിട്ട് എൻ്റെ MD വൈകിപ്പിക്കുന്നു. എനിക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ അവിടുത്തെ തൃശ്ശൂർ വീട്ടിലത്തെ വാതിൽ ചവിട്ടിപ്പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഫോൺ നമ്പർ എന്തായാലും എൻ്റെ പഴയ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഈ കേസ് കൊടുത്ത ആൾക്കാർക്ക് എന്തായാലും നമ്പറും കൂടി കൊടുക്കാൻ അറിയുമല്ലോ. അപ്പോൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ആർക്കാണ് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടത് വെച്ചാൽ ഞാൻ എത്തും. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, എന്താ ചെയ്യേണ്ടത് ചെയ്യാം. ഇതിലൊന്നും എനിക്ക് ഒരു നാണക്കേടുമില്ല. ഞാൻ അബ്സ്കോണ്ടിങ് ആണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നുള്ള ആവശ്യമില്ലാത്ത ന്യൂസ് വരേണ്ട കാര്യമില്ല. ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും ചെയ്ത ആൾക്കാർക്കൊന്നും തെറ്റില്ല. ഈ വിളിച്ചു പറഞ്ഞ എനിക്കാണ് തെറ്റ് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എക്സാമ്പിളാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ. ഭയങ്കര നല്ല എക്സാമ്പിളാണ് കാണിച്ചു കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഇവിടെ എലിസബത്ത് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തെറ്റ് ചെയ്ത ആളുടെ കൂടെ മാത്രമാണ് ഇവിടെ എല്ലാ നിയമവും ഉൾപ്പെടെ എല്ലാവരും നിൽക്കുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടും എൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യരും കൊണ്ട് തിരക്കുന്നില്ല. പോലീസുകാർ എപ്പം വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ വരാനും ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് എലിസബത്ത് പറയണത്. ശരിക്കും എലിസബത്തിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമോ, നമ്മളായിട്ട് കേസ് കൊടുക്കാതെ ഒരിക്കലും അവരായിട്ട് ഇങ്ങോട്ട് വരത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിലൊക്കെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഇവരൊക്കെ ആരും ഇടപെടാത്ത എന്താണെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, നാട്ടിലെ കുറേ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് എലിസബത്തിന് വേണ്ട സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിയമത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ്, നമ്മൾ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാതെ അവരാരും ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് വെറുതെ നമ്മൾ ആ ഒരു സംഭവം മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിയമത്തിൻ്റെ വഴി തന്നെ നടക്കും. പിന്നെ എലിസബത്ത് പറയുന്നുണ്ട് ഇവിടെ നിയമപരമായിട്ട് പോയിട്ട് കാര്യമില്ല, പൈസ ഉള്ളവൻ്റെ അടുത്തേ നിയമം നിൽക്കത്തുള്ളൂ എന്നൊക്കെയുള്ള രീതി. അങ്ങനെ ഉണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെ അകത്ത് പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലീസുകാർ ഉൾപ്പെടെ നമ്മുടെ നിയമം ഉൾപ്പെടെ എല്ലാവരും കൂടെ തന്നെ നിൽക്കും. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. അതാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇനി ഒരിക്കലും എനിക്ക് തോന്നണില്ല ഒരു റേപ്പ് വിക്ടിം വന്നിട്ട് ഇങ്ങനെ വലിയ ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നു. കാരണം ഇത്ര പബ്ലിക്കായിട്ട് നാണം കെടുത്തിയിട്ട് പത്രക്കാരും അത് കേട്ടിട്ട് ഇരിക്കണു. ഒരു കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് പോട്ടെ, അതൊക്കെ തിരിച്ച് ഒരു അക്ഷരം തിരിച്ച് ചോദിക്കാൻ പറ്റാണ്ട് ഇരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ള പ്രതീക്ഷയൊക്കെ പോയി. ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. എനിക്കതിലൊരു നാണക്കേടും തോന്നുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന ജയിലിലെടുക്കാനേ പറ്റിയിട്ടുള്ളെങ്കിൽ അത് എൻ്റെ നാണക്കേടല്ല, അത് വേറെ പല സിസ്റ്റത്തിൻ്റെ നാണക്കേടാന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ശരിക്കും ഇവിടെ എന്തിനാണ് ജയിലിൽ കിടക്കേണ്ട ആവശ്യം?
പുള്ളി കൊടുത്തത് മേ ബി ഡിഫമേഷൻ കേസ് ആയിരിക്കും. ഡിഫമേഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വിളിപ്പിക്കും, നിങ്ങളുടെ ഭാഗത്ത് എക്സ്പ്ലനേഷൻ എഴുതിയെടുക്കും, എന്നിട്ട് അത് ആ ഒരു രീതിയിൽ പോകും. പിന്നെ വേണമെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ കൊടുത്ത് ആ രീതിയിൽ അങ്ങ് പോത്തേ ഉള്ളൂ. ഇവിടെ ജയിലിൽ കിടക്കേണ്ട കാര്യം എന്തോ? ഇവിടെ എലിസബത്ത് എല്ലാ കാര്യങ്ങളും ഈ ഒരു മനുഷ്യനെ പറ്റി വിളിച്ച് പറഞ്ഞു. കാര്യം ഇതെല്ലാം ഈ പറയുന്ന പോലീസുകാരുടെ അടുത്ത് പറയുന്ന കാര്യമേ ഉള്ളൂ. ഇയാളിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഇയാൾ എന്നെ വിവാഹ വാഗ്ദാനം നൽകി ഇയാളെന്നെ പറ്റിച്ചിട്ടുണ്ട്, ഇതെല്ലാം പറയാനേ ഉള്ളൂ. അപ്പം നിയമം ഇവിടെ ഒരു സൈഡ് മാത്രമല്ല കേൾക്കുന്നത്, രണ്ട് സൈഡും കേൾക്കും. അപ്പം ഒരു കാരണവശാലും അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് കൊണ്ട് കേസ് കൊടുക്കുക. കേസ് കൊടുക്കാൻ പോകാൻ മടിയാണെങ്കിൽ മെയിൽ ചെയ്താലും മതി. അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അന്വേഷിക്കും. അതാണ് ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൽ കൂടുതൽ ഇനി ഈ ഒരു കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ബാല എന്ന് പറയുന്ന ഒരാൾ ഒരു വെറും കള്ളനാന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാലയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവും കാര്യങ്ങളും എല്ലാം താണ്ട് ഇപ്പോൾ എലിസബത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു പിക്ചറുണ്ട് ബാലയെ പറ്റിയിട്ട്. അപ്പോൾ ഇത് വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എന്തായി തീരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ എലിസബത്ത് എന്ന് പറയുന്നൊരു ആളെ ഞാൻ കുറ്റം പറയുമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റിയാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. കാര്യം ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ചെയ്യുന്നതും എലിസബത്തിൻ്റെ ടോപ്പിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ചാനലിനകത്ത്. അപ്പം അവരും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മാക്സിമം ഈ പറയുന്ന എലിസബത്തിൻ്റെ അടുത്ത് പോയി കമൻറ്റ് ചെയ്തിട്ട് പറയുക കേസ് കൊടുക്കാനായിട്ട്. കാര്യം കേസ് കൊടുക്കാതെ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് നമ്മൾ വെറുതെ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആരും ഈ ഒരു സാധനം വന്ന് ഏറ്റെടുക്കത്തില്ല. നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ഇത്ര പബ്ലിക്കായിട്ട് വയലൻസ് ചെയ്യും, ഇടിക്കും, അടിക്കും, അതുപോലെ തന്നെ തോക്ക് കേസുണ്ട്, ഇതിൻ്റെ പല ഇതുണ്ട്, അതൊന്നും വരുന്നില്ല. ഒരു പെണ്ണിനെ, അതും എൻ്റെ പഴയ ഡിവേഴ്സ് കേസൊക്കെ എടുത്ത് വന്നിരിക്കണം. പുള്ളിക്ക് എൻ്റെ പഴയ മ്യൂച്വലി ഡിവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയും. ഇനി അങ്ങേക്ക് വീണ്ടും കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഞാൻ അത് പറഞ്ഞിരിക്കും. ഇതിനകത്ത് എലിസബത്ത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് തോക്ക് കേസുണ്ടെന്ന്. തോക്ക് കേസ് എന്ന് പറയുന്ന ഒരു സാധനം വേറേതാണ്. ഈ ചെകുത്താനുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണത്. അപ്പം ഇതിനകത്ത് ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ മാത്രമാണ് എലിസബത്ത്, മനസ്സിലായില്ലേ? അല്ലാതെ ആ ഒരു സാധനം അത് കോടതിയിൽ കയറിയ സാധനം അതിനി അവർ തമ്മിലുള്ള ഇഷ്യൂ ആയിട്ട് ആ രീതി പോത്തേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഈ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിന് ജസ്റ്റ് സാക്ഷി പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടായിരുന്നു, ശരിയാണ്, അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്ന്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു പോലീസുകാർക്ക് ഇതുവരെ അങ്ങനെ തോക്കോ കാര്യങ്ങളോ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ തോക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ആ ഒരു കാര്യത്തിൽ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ചെകുത്താൻ്റെ ഒരു കേസ് പറയാം. അന്ന് ഞാൻ ചെകുത്താൻ്റെ വിഷയത്തിൽ യോജിക്കുന്നില്ല, ഇന്ന് ഞാൻ യോജിക്കുന്നില്ല, ഇനിയോട്ട് എനിക്ക് യോജിക്കാനും താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബാല അന്ന് ചെയ്തതിനകത്ത് യാതൊരു തെറ്റും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും നിലപാടിൽ തന്നെ നിൽക്കുവാണ്. കാര്യം പുള്ളിയുടെ പല സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തോട്ടും എനിക്ക് പേഴ്സണലി എനിക്ക് യോജിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചെകുത്താൻ്റെ പല കാര്യങ്ങളും ഇനിയിപ്പം ലാലേട്ടൻ്റെ ഇഷ്യൂസ് ആയിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിനകത്തോട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്റ്റിൽ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയത്തിൽ ഞാൻ പുള്ളിയുടെ വിഷയം ഞാൻ എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്യാത്തത്. എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് അധികം സംസാരിക്കാത്തത്. അപ്പോൾ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ബാലയിൽ നിന്ന് ഫേസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ത്രൂ ഔട്ട് പറയണത്. കാര്യം അതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടെ തോക്ക് കേസ് അല്ലെങ്കിൽ ചെകുത്താനായിട്ടുള്ള വിഷയം അതല്ല. എലിസബത്ത് ഫേസ് ചെയ്ത സാധനങ്ങളാണ് എലിസബത്ത് പബ്ലിക്കിൻ്റെ അടുത്ത് ഇത് പറയേണ്ടത്. അല്ലാതെ ഈ തോക്ക് കേസുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതല്ല. കാര്യം അതിലും ഏറ്റവും ക്രൂരമായ പ്രവൃത്തിയാണ് ഈ നിങ്ങളടുത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ ബാലെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും. അല്ലാതെ ചെകുത്താൻ്റെ വിഷയത്തിൽ കേസുണ്ട്, ചെകുത്താൻ്റെ വിഷയത്തിൽ തോക്കുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അത് ഇതിനകത്ത് എനിക്കറിയത്തില്ല അത് എത്രത്തോളം നിലനിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യും. അതിപ്പോൾ ഇയാൾ ഇത്ര കേസിനൊക്കെ ഒപ്പം നടന്നിട്ട് ചുക്കാൻ പിടിച്ചിട്ട് ഇപ്പം അയാൾക്ക് വേണ്ടിയിട്ട് ചോദിക്കണോ? അതെന്താ കാര്യം എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാനൊരു ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിനി എത്ര കാലം ഈ ഫേസ്ബുക്ക് ID ഉണ്ടാവുമോ അല്ലെങ്കിൽ യൂട്യൂബ് ID ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. അവരിഞ്ഞി എൻ്റെ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യാനാണോ പറയുക, അല്ലെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്യാനാണോ പറയുക, എന്താ ചെയ്യാന്നറിയില്ല.
ഇനി അറസ്റ്റ് ചെയ്യാണോ എന്നറിയില്ല. ഇനി തൂക്കിക്കൊല്ലാൻ വരെ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കണു. അല്ല, ഈ ഒരു വിഷയത്തിൽ എന്തിനാണ് ശരിക്കും എലിസബത്തിനെ തൂക്കിക്കൊള്ളേണ്ടത്? അത് മാത്രമല്ല, നമ്മുടെ ചാനലൊക്കെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യും, എങ്ങനെയാണ് അതിനകത്ത് വീഡിയോസ് ഡിലീറ്റ് ചെയ്യും? ഒരിക്കലുമില്ല. അങ്ങനെ ഒന്നും ഒരു സംഭവം ഇവിടെ നടക്കത്തില്ല. നിങ്ങളുടെ വീഡിയോസ് നോക്കിയിട്ട് ഈ പുള്ളിയെ ഡിഫമേഷൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതി കോടതിയിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം, നിങ്ങൾ ഈ പറയുന്ന ഈ എക്സാമ്പിൾ, ഈ പറയുന്ന മോതിരം റിങ്ങി മാറിയത് ഉൾപ്പെടെ എല്ലാ വീഡിയോസും തെളിവുകളും ഉണ്ട്. അപ്പം നമ്മളൊരു ഫോൾസ് അലിഗേഷൻ ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അത് ഡിഫമേഷന് കേസ് എടുക്കാം. ഇവിടെ നമ്മളുടെ കയ്യിൽ തെളിവുകൾ വെച്ചിട്ട് നമ്മൾ ഒരാളെ പറ്റി അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ ആരോപണത്തിന് നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങളെ പിടിക്കാനോ തൂക്കിക്കൊല്ലാനോ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കേസ് കൊടുക്കുക. കേസ് കൊടുക്കാതെ ഈ സാധനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വഷളാവത്തേ ഉള്ളൂ. പതുക്കെ എല്ലാ യൂട്യൂബേഴ്സും അവർ വേറെ കണ്ടന്റിലോട്ട് പോയി അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകും. ആരും ഈ ഒരു സാധനം കണ്ടിന്യൂസ്ലി വീഡിയോ കൊണ്ടിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വീഡിയോ ആയിട്ട് ഞാൻ നിരന്തരമായിട്ട് ഈ ഒരു വിഷയമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ അയക്കഴിഞ്ഞാലും വേറെ പുതിയ കോണ്ടന്റ് വരുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ പുറകെ പോകത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ആസ് സൂൺ ആസ് പോസിബിൾ കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുക്കുക. അത്രേ എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. എന്തായാലും എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്രയാണ്. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.